ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. 1 തീമോത്തിയോസിന്റെ ലേഖനം 6:20, 2 തീമോത്തിയോസ് 1:14 തുടങ്ങിയ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുമ്പോൾ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഥവാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് നിറപടിയായി ചെയ്യുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ ഗ്രഹവിചാരകത്വം നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ദൈവം നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ താൽക്കാലികമായ ഒരു ജീവിതമാണല്ലോ നമുക്കുള്ളത്. എന്നാൽ അവിടെയെല്ലാം ദൈവം നമ്മെ ചില ഗ്രഹവിചാരകത്വം ഏൽപ്പിച്ചാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. മനുഷ്യർ ഒരിക്കലും ഉടമസ്ഥരല്ല, അവര് ഗ്രഹവിചാരകന്മാരാണ്. ആ ഗ്രഹവിചാരകത്വം നമ്മൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ടവരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19 താലന്തുകളുടെ ഉപമയോടുള്ള ബന്ധത്തിൽ അത് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. 10 താലന്ത് ലഭിച്ച ഒരുവൻ 10 കൂടെ അവൻ നേടി. അതേപോലെ 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടിയപ്പോൾ അവരെ ആദ്യത്തെ ആ താലന്ത് ലഭിച്ചവനെ 10 പട്ടണത്തിനും, രണ്ടാമത് ലഭിച്ച അവനെ 5 താലന്ത് ലഭിച്ചവനെ 5 പട്ടണത്തിനും ദൈവം അധിപതിയാക്കി മാറ്റുമ്പോൾ മറ്റൊരുവന് ലഭിച്ച താലന്ത് അവന് ഉത്തരവാദിത്വമില്ലാതെ അതൊരു റൂമാലിൽ കെട്ടി മാറ്റിവെക്കുകയും പിന്നീട് ആ ഗ്രഹവിചാരകത്വത്തിന്റെ കണക്ക് അന്വേഷിച്ചപ്പോൾ അവൻ വളരെ കഠിനമായ വാക്കുകൾ അവിടെ പറയുന്നതുമൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇതാ അവന് കൊടുത്തതായ ആ താലന്ത് അത് 10 താലന്ത് ലഭിച്ചവന് കൊടുക്കുവാനായിട്ട് പറയുന്ന ഉപമയാണല്ലോ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 4:2 ഓർമ്മപ്പെടുത്തുന്നത് ഗ്രഹവിചാരകന്മാർ അവർ വിശ്വസ്തരായിരിക്കണം. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ അവർ വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെങ്കിൽ നമ്മയൊക്കെ ദൈവം ഓരോരോ സ്ഥാനങ്ങളിൽ, കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ ഒക്കെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായ അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെയെല്ലാം അവർ വിശ്വസ്തരായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ശുശ്രൂഷകന്മാർ അവർ ഗ്രഹവിചാരകന്മാർ എന്ന നിലയിൽ അവർ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4:10 ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പാനാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതെ, വീണ്ടും മത്തായിയുടെ സുവിശേഷം 12:36 മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ന്യായവിധി ദിവസത്തിൽ അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിസ്സാര വാക്കിന് പോലും കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അവൻ എന്മാത്രം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം സാമ്രാജ്യം വലുതാക്കേണ്ടതിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി മനുഷ്യൻ എല്ലാ മണ്ഡലങ്ങളിലും തരം താണുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ചിലപ്പോൾ ശുശ്രൂഷയിൽ പോലും അങ്ങനെയൊക്കെ ആയിപ്പോകുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഈ ചില ദിവസങ്ങൾക്ക് മുൻപ് ചില കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ പീരീഡിൽ ആ ഒരു ട്രാൻസ്ഫർ ഇപ്രകാരം നടക്കുവാനിടയായി. കേരളത്തിന്റെ ആ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് ഒരു വയോധികനായ അഥവാ അറ്റാക്ക് പോലെ നേരത്തെ വന്നിട്ടുള്ള ഒരു വൃദ്ധനെ ഈ തെക്കേ അറ്റത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ അവൻ 1 വർഷം മാത്രം ശുശ്രൂഷിച്ച സഭയിൽ നിന്ന് അവൻ ട്രാൻസ്ഫർ, ചിലരെ സ്വാധീനിച്ച് ട്രാൻസ്ഫർ മേടിച്ച് അവന്റെ സാമ്രാജ്യം വലുതാക്കി പോകുവാൻ വേണ്ടി വ്യാജമാകുന്ന നിലയിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാക്കി
കബളിപ്പിച്ച് ആ വയോധികനെ ഇപ്രകാരം കൊണ്ടുവരുവാനിടയായി. മറ്റവൻ അവന്റെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചവൻ മാറിപ്പോകുവാനും ഇടയായി. എന്നാൽ വളരെ ടെൻഷനോടുകൂടി ആ ദേവദാസൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്തിനധികം വെറും 3 ആഴ്ചയ്ക്കകം ആ സഭാഹോളിൽ വീണ് ആ വയോധികനായ ദൈവദാസൻ മരണപ്പെടുകയാണ് ചെയ്യുവാനിടയായിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഓരോ നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ ഇപ്രകാരമൊക്കെ ചെയ്യുന്ന ചതിവ്, വഞ്ചന, ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ നേതൃത്വങ്ങൾ, ഇവരെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ഈ എളിയവനും ആ ശവസംസ്കാര ശുശ്രൂഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, അതെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അത് ചില ആ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അവനവന്റെ സാമ്രാജ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അനീതിപരമായി അത് സമ്പാദിച്ചു കൊടുക്കുവാനോ ഉള്ളതല്ല. കാരണം ഒരുത്തന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് മറുപടി ദൈവം ചോദിക്കുന്നതായ ഒരു സമയം ഉണ്ട് എന്നും കൂടി നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ ഓർമ്മപ്പെടുത്തിയതുപോലെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, രാഷ്ട്രത്തിലാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, അതേപോലെ ആത്മീയ നേതാക്കന്മാരാകട്ടെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, സഭാ ശുശ്രൂഷകരാകട്ടെ, ആഗ്രഹവിചാരകത്വം ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. അതിനായി ഫലമേൽപ്പിച്ചു കൊടുക്കാമല്ലോ. അരുതേ അരുതേ എറിയരുതേ, പാപമുള്ളവർ എറിയരുതേ. അരുതേ അരുതേ എറിയരുതേ, പാപമുള്ളവർ എറിയരുതേ. തറയിൽ തലകുനിച്ചെഴുതി തനയൻ, തറയിൽ തലകുനിച്ചെഴുതി. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യമറിയട്ടെ. പാപിയെ വിധിക്കാൻ പണിയിൽ കരുതിയ കല്ലുകളെല്ലാം പതറി വീണു. പാപിയെ വിധിക്കാൻ പണിയിൽ കരുതിയ കല്ലുകളെല്ലാം പതറി വീണു. വിധിക്കാൻ വന്നവർ വിരണ്ടുപോയി, വിധി കേട്ടവളോ വിതുമ്പിപ്പോയി. വിധിക്കാൻ വന്നവർ വിരണ്ടുപോയി, വിധി കേട്ടവളോ വിതുമ്പിപ്പോയി. അരുതേ അരുതേ എറിയരുതേ, പാപമുള്ള